എന്താണോ ഞെട്ടുന്നത്? ഞെട്ടിക്കുന്ന വാർത്തയാണ് ആശാനെ. എന്താ പെട്ടെന്ന് വായിക്കേ. ഭക്ഷണം കിട്ടാതെ രക്ഷാപ്രവർത്തകർക്ക് ഭക്ഷണമില്ല. എനിക്ക് മുഖം നോക്കാതെ നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട്. സംഘടനകളെ തടഞ്ഞ് പ്രതിസന്ധി, ബദൽ സംവിധാനം ഒരുക്കിയില്ലെന്ന് പരാതി. നിന്റെ പരിപാടി തീർത്ത് തരാണ്. ഓക്കെ, കാരണം ഇന്നലെ അവിടെ ഉണ്ടായ ഒരു ഇൻസിഡന്റ് ആണ് ഇതിനൊക്കെ എന്താ പറയാ ഒരു മെയിൻ റൂട്ട് കോസ് എന്ന് പറയുന്നത്. സത്യം പറഞ്ഞ തെണ്ടിത്തരം ശരിയല്ലേ? ഞാൻ പറഞ്ഞ കൂടിപ്പോ ആളുകൾക്കും അവിടെ നാട്ടുകാർക്കും അടക്കം ഭക്ഷണം കൊടുത്തിരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെ ആ പോലീസുകാർ എന്ത് ചെയ്ത്, ഇനി മുതൽ ഫുഡ് നിങ്ങൾ കൊടുക്കണ്ട. അതങ്ങനെ വിടാൻ പറ്റുമോ ബ്രദർ? അതെങ്ങനെ വിടാൻ പറ്റും? തെമ്മാർത്തരമെന്ന് ഒരിക്കൽ പറഞ്ഞാൽ മോശമായി റൂഡായി അവരോട് പറയും സേവനം ഇനി ഇവിടെ ആവശ്യമില്ല. ഞങ്ങൾക്ക് ഇവിടെ റവന്യൂയുടെ ഭക്ഷണം ഇവിടെ ഉണ്ട്. പിന്നെ ഞങ്ങൾ ഇവിടെ ഇപ്പോൾ സേവനം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ത് വേണ ചെയ്തു, പക്ഷെ ദേഹോപദ്രവേൽപ്പിക്കരുത്. അപ്പൊ ഇത്രയും ദിവസം കാണാത്ത മന്ത്രിമാർ ഇപ്പൊ ഇനിയിപ്പോ VIP വിസിറ്റ് നടത്തി അവിടെ പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ശീലായി. നിങ്ങളാണ് ഇത് ചെയ്യുന്നത് എന്നൊക്കെ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള പ്രഹസനം ഒരു സൈഡിൽ എന്താണെന്നുണ്ടെങ്കിലും വളരെ എവിഡന്റ് ആയിരുന്നു. ഒരു വാടക കൊലയാളി കിട്ടുമോ മാഷെ? അവനെ തട്ടിക്കളയേ നിവർത്തിയുള്ളൂ. ആ സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ മൊത്തം രാഷ്ട്രീയമാണ്, കംപ്ലീറ്റ് രാഷ്ട്രീയം, പൊളിറ്റിക്സ് മെയിൻ. എന്താ ഉറക്കം വരുന്നു? എവിടെ പോണു? തൊണ്ട വെള്ളം കുടിക്കും. ശരി, പിന്നെ കാണാം, ബൈ.